ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും TP വധക്കേസ് പൊങ്ങി വന്നിരിക്കുകയാണ്. അതായത് TP വധക്കേസിലെ ഒന്നാം പ്രതിയായ MC അനൂപിന് 20 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചു. കഴിഞ്ഞ ദിവസം വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കേസിലെ ഒന്നാം പ്രതിക്ക് 20 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ചട്ടപ്രകാരമുള്ള പരോളാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ശനിയാഴ്ചയാണ് പരോൾ അനുവദിച്ചത്. നേരത്തെ പ്രതികളായ രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർക്ക് പരോൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് ലഭിച്ചത് ചട്ടപ്രകാരമുള്ള പരോൾ ആയിരുന്നില്ല എന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിലെ പ്രതികൾക്ക് അനുവദിച്ച പരോളിനെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് TP കേസ് പ്രതികൾക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഒപ്പം ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് TP കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ചോദിച്ച കോടതി ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും പറയുന്നു. സത്യം പറഞ്ഞാൽ ഹൈക്കോടതി മാത്രമല്ല, ഇത് കേൾക്കുന്ന ഏതൊരാളും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. എന്തുകൊണ്ട് മറ്റുള്ള കുറ്റവാളികൾക്ക് കിട്ടാത്ത പ്രത്യേക പരിഗണന ഇവർക്ക് മാത്രമായി കിട്ടുന്നു? അവർക്ക് മാത്രം ഇത്രയധികം പരോളുകൾ എന്തിനു നൽകുന്നു? സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ നമ്മുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കൂടാതെ ഇങ്ങനെ തുടരെ പരോളുകൾ അനുവദിക്കുന്നത് തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയ പ്രതികൾക്കെതിരെ നടത്തുന്ന KK രമയുടെ ഒറ്റയാൾ പോരാട്ടത്തെ കളിയാക്കുന്നതിനും തുല്യമാണ്. പ്രതികൾക്ക് ജയിലിൽ വൻ സ്വാധീനമാണുള്ളതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും പരോളുകൾ കിട്ടൂ? ഒപ്പം ഹൈക്കോടതി നിർദ്ദേശം നൽകിയാലുടൻ ജയിൽ സൂപ്പർവൈസർമാർ പരോൾ അനുവദിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ സ്വാധീനം ശരിക്കും പ്രതികൾക്കുണ്ടെന്ന് തന്നെ പറയാം. കോടികൾ മുടക്കിയാണ് നമ്മുടെ സർക്കാർ ഇവർക്കായി വക്കീലന്മാരെ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഇരയുടെ പക്ഷത്താണോ പ്രതികളുടെ പക്ഷത്താണോ സർക്കാർ നിൽക്കുന്നതെന്ന സംശയമാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. ഇത്രയും വിവാദങ്ങൾ പുകയുമ്പോൾ ഏവരും നോക്കുന്നത് KK രമയുടെ പ്രതികരണമാണ്. കാരണം തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും ജയിലിൽ അവർക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കെതിരെയും രമ നിരന്തരം ശബ്ദമുയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ പുതിയ നീക്കത്തിൽ സർക്കാർ പെടുമെന്ന് ഉറപ്പാണ്.